സ്നേഹവും ഒരിക്കൽ കൊടുക്കുക. സിസ്റ്ററെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും സിസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പെട്ടെന്ന് പറയാമെങ്കിൽ ആർക്കും തോന്നിയിട്ടില്ല? എപ്പോഴും ചിരിക്കുന്ന മുഖമാണ്. ഒക്കെ പറയുക എഴുന്നേറ്റ് പറയുക. സിസ്റ്ററിനെ ഒരു ഷാജി വെച്ചിരിക്കുന്ന മനസ്സിലാണ് കൊണ്ടൂര് പള്ളിയിൽ പങ്കെടുത്തത്. ഈ അടുത്ത ദിവസം ഞാൻ കൊണ്ടൂര് ഇടവകയുമായി ബന്ധപ്പെട്ടതായിട്ട് സംസാരിക്കാനായിട്ട് തോന്നുന്നു. ഷാജിയുടെ കാര്യം പറഞ്ഞത് ഞാൻ അത് കണക്ട് ചെയ്തു. ചില കാര്യങ്ങൾ ഇവിടെ ഇടവകയിൽ ഉണ്ട്. പ്രിൻസിപ്പളാണ് വേണ്ടി ഒരധികം ചിന്തിക്കാനുള്ളവർക്ക് നല്ലൊരു സിസ്റ്റമാണ്. ഈ നല്ലതെന്ന് പറഞ്ഞു കേൾക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സിസ്റ്ററെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു സിസ്റ്റം രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ശരിക്കുക അല്ലെങ്കിൽ കാലഘട്ടം കൊണ്ട് അത് കൂടുതലായിട്ട് അറിയാനായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയിൽ ചെയ്യാനാണ്. സ്കൂളിലെ പ്രിൻസിപ്പളാണ്, കാറ്റഗിസം പ്രിൻസിപ്പളാണ്. അത് 100% അതിനെ ഫുള്ളി കമ്മിറ്റഡാണ് എന്നുള്ളതാണ് ഒരു കാര്യം പറയാനായിട്ട്. കാറ്റഗിസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാനിപ്പോൾ പല പ്രിൻസിപ്പൽസിനെയും കണ്ടിട്ടുണ്ട്. പല പ്രിൻസിപ്പൽപ്പോഴാണ് എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും സ്റ്റാഫുകളും പീഡിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും ഒരു നല്ലൊരു കോണ്ടാക്ട് എപ്പോഴും സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് പോസിറ്റീവായിട്ട് വേറെ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പഠിപ്പിൽ സമർത്ഥയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ PG-ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് പ്രശ്നം ഇമ്പോർട്ടൻ്റാണ്. ബഹുമാനപ്പെട്ട പാവന സിസ്റ്റർ കേൾക്കണമെങ്കിൽ തോന്നില്ലേ ഒരു നേടി കൊടുക്കാവുന്ന ഹയർ സെക്കൻഡറി ആണെങ്കിൽ സിസ്റ്റേഴ്സ് മറ്റ് നടത്തുന്ന ക്വാളിഫിക്കേഷൻസ് നടത്തുന്ന ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത് ഈ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ പ്രിൻസിപ്പളാണ്. ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കൺസേൺ ഉള്ള സിസ്റ്റമാണ്. അതുപോലെ തന്നെ പേരിലെത്തിയിരിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പേരിൽ ഒരു പാവനയുണ്ട്. പാവന പരിശുദ്ധ എന്നുള്ള ഒരു പേരൊക്കെയാണ് വരുന്നത്. അത് ജീവിതത്തിൽ തുടർന്നും സിസ്റ്ററെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലിമായിലെ വിശുദ്ധ റോസയുടെ മനസ്സിൽ ഏറ്റവും സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ റോസ ചെറുപ്പായിട്ടൊക്കെ പറയുന്നത് അതിസുന്ദരിയായിരുന്നു. അപ്പോൾ ദൈവം തരുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടൊരു സൗന്ദര്യം എന്നുള്ളത് ആത്മീയമായിട്ടൊരു സൗന്ദര്യം. അത് ഏറ്റവും നന്നായിട്ട് ബന്ധങ്ങളിൽ നാം സൂക്ഷിക്കാൻ സിസ്റ്റർ സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. സിസ്റ്റർ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് കാറ്റഗിസം അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടീമിൻ്റേതായിട്ടുള്ള എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേർന്നു. സന്തോഷം. കാരണം സിസ്റ്ററിന്റെ ജീവിതത്തിൽ സിസ്റ്റർ കാണിച്ചുള്ള മാതൃകകൾ കുറേയാണ്. ഒന്നാമത്തെ കാര്യം, ഞാനിവിടെ ക്യാമ്പിൽ വന്നപ്പോഴാണ് സിസ്റ്ററിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. പ്രിയ നിറഞ്ഞ സഹപ്രവർത്തകരെ, PTA മെമ്പേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും കരുതലിനും സമ്മാനങ്ങൾക്കുമെല്ലാം ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. ഫീസ്റ്റ് ആഘോഷങ്ങളൊക്കെ നല്ല ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 23-ാം തീയതിയാണ് ഫീസ്റ്റ് ഡേറ്റ്. ലിമായിലെ മിസ്റ്റർ റോസിൻ്റെ ആത്മീയതയിൽ വളരെയധികം മുന്നിട്ട് നിന്ന ചെറുപ്പം മുതലേ ഈശോയുടെ സ്നേഹത്താൽ കത്തിജ്വലിച്ചുകൊണ്ട് തൻ്റെ സൗന്ദര്യത്തെ പൂർണ്ണമായും, ബാക്കി സൗന്ദര്യം വളരെയധികം ഉണ്ടായിരുന്ന ആളാണ്, ആത്മീയമാക്കുവാനായിട്ട് വളരെയധികം പരിശ്രമിച്ച ഒരു വിശുദ്ധയാണ്. ഈശോയുടെ റോസ് എന്ന് അറിയപ്പെടുവാൻ ഈശോ തന്നെ ഈശോനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് റോസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പറയുന്ന വിശുദ്ധയൊരു വാക്യം ഞാൻ ഓർക്കുകയാണ്. കഷ്ടതകൾ കൂടുന്നതിനനുസരിച്ചാണ് ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത്.
അത് ജീവിതം കൊണ്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈശോയെ പ്രതി എവിടെയെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു തമ്പുരാനാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കൊച്ചു കാര്യത്തിൽ പോലും ദൈവത്തിന് മുമ്പാകെ വിലയുണ്ടെന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. എവിടെയൊക്കെ കഷ്ടപ്പാടുകൾ വന്നോ അതൊക്കെ കൂടുതൽ കൃപയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരങ്ങളായി നമുക്ക് സ്വീകരിക്കാൻ പരിശ്രമിക്കാം. നിങ്ങളുടെ സ്നേഹത്തിനും സമ്മാനങ്ങൾക്കും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും എല്ലാം അർപ്പിക്കുകയാണ്. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്തൊരു കാര്യമാണ്. പ്രസംഗമായിട്ട് ചിലപ്പോൾ കൂടുതലായിട്ട് സമയമെടുക്കുന്നതായിട്ട് എനിക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് അധികം ഞാൻ പറയുന്നില്ല. നമ്മുടെ വിശ്വാസ പരിശീലന യൂണിറ്റ് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കുട്ടികളുടെ ടീച്ചേഴ്സിൻ്റെ അതുപോലെ തന്നെ PTA അതിന് ഒക്കെ മുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ വികാരിയച്ഛൻ്റെ സ്നേഹപൂർവമായ നിയന്ത്രണത്തിന് കീഴിലാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു വിശ്വാസ പരിശീലന യൂണിറ്റായി അത് പേരുകൊണ്ടും അർത്ഥം കൊണ്ടും ആഴം കൊണ്ടും എല്ലാം നമ്മൾ ഈശോയിലേക്ക് വളരുന്നതായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ടീച്ചറുടെയും അച്ഛൻ്റെയും സന്തോഷ് ചാനലിൻ്റെയൊക്കെ നേതൃത്വം നടത്തിയ ഇന്നത്തെ ഫീസ്റ്റ് ആഘോഷം